ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ കാണുന്ന കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇന്ന് രാവിലെ നമ്മൾ പാല് വാങ്ങിച്ചപ്പോൾ ഒരു റെഡ് കളർ കവർ കിട്ടി. അത് കിട്ടിയപ്പോഴാണ് ഈ ഫ്ലവേഴ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന ഐഡിയ വന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇന്നെന്തുവാ കുറെ കവറുമായിട്ടൊക്കെ ഇരിക്കുന്നേ? ഇന്ന് ഈ കവർ വെച്ച്, ഇത് നമ്മുടെ നാട്ടില് ഷിമ്മി കവറ്, പെറ്റിക്കോട്ട് കവറ് എന്നൊക്കെ പറയും. ഈ കവറ് നമ്മൾ വേസ്റ്റ് ആക്കി കളയരുത്. ഇത് വെച്ച് നമുക്ക് നല്ല അടിപൊളി ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. ഓക്കെ. അപ്പോഴേ ഇത് നാട്ടിലെ വെറും പ്ലാസ്റ്റിക് അല്ല കേട്ടോ. ഡ്രസ്സും റെഡ്, കവറും റെഡ്. കവറിന്റെ താഴെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു? അങ്ങനൊന്നുമില്ല. എവിടെ ആയാലും നമുക്ക് അതിന്റെ കുറച്ച് സംഭവങ്ങൾ കിട്ടണം. ഇപ്പോഴാണ് കറക്റ്റ് ബെറ്റിക്കോട്ടായത്. വെറുതെ അല്ല ഇതിന് ബെറ്റിക്കോട്ട് എന്ന് പേര് വന്നത്. ബെറ്റിക്കോട്ട് കവറൊന്നു കുറച്ച് പൂക്കള്, അത് മാത്രമേ ഉള്ളൂ എന്റെ ലക്ഷ്യം. ഓക്കെ. അപ്പൊ ഒരു കവറിനെ നമ്മളൊരു ഷീറ്റ് ആക്കി എടുത്തു. നമുക്ക് ഇത്രയും ഒരു ഷീറ്റ് എനിക്ക് കിട്ടി. ആ പെറ്റിക്കോട്ട് എന്ന് പറഞ്ഞ കവറിൽ നിന്ന് ഞാൻ ഇത്രയും ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ കണ്ടോ? ഇതിനെ ഞാൻ ഇനി അങ്ങ് മടക്കുക. എത്ര മടക്ക് കൊടുക്കാമോ അത്രയും ഞാൻ ഇനി അങ്ങ് മടക്കിയെടുക്കും. അപ്പൊ നമുക്ക് എപ്പോഴും ഓരോ ഇതളായിട്ട് ഞങ്ങൾ വെട്ടണ്ട. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അതിനെ കട്ട് ചെയ്യുന്നോ? കട്ട് ചെയ്യും. എനിക്കെന്നല്ല, ആർക്കായാലും നമുക്ക് ഒന്നിച്ച് ഇതിനെ ഇതളായിട്ട് ഇങ്ങനെ എടുക്കാം. അല്ലാതെ ഓരോ ഇതളതിൽ പറഞ്ഞെടുക്കണ്ട. പിന്നെ ഇത് ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് ചെറിയ ഇതളുകൾ എനിക്ക് കിട്ടണം. ഇതിനെ ഇനി ഇങ്ങനെ മടക്കുക. സമോസയുടെ ഷേപ്പിൽ. ഇങ്ങനെ വെട്ടിയെടുത്താൽ വെട്ടാൻ നമുക്ക് പാടാണെങ്കിൽ നമ്മുടെ കത്രികയുടെ കഴിവനുസരിച്ചിരിക്കും വെട്ടുന്നത്. നല്ല കത്രികയാണെങ്കിൽ നമുക്ക് ഒന്നിച്ചിട്ടങ്ങ് വെട്ടാം. ഇല്ലെങ്കിൽ പിന്നെ ഇത് 4-5 പീസുകൾ വെച്ചേ പറ്റത്തുള്ളൂ. ഇനി ഇതിന്റെ നടുഭാഗത്ത് എന്തെങ്കിലും ഒരു ചെറിയ ഊട്ടയോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാം. അപ്പൊ ആ പൂക്കൾക്കേ പെട്ടെന്ന് നമുക്ക് ഇതളുകൾ റെഡി. ആ ഒരു ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തപ്പോഴാണ് ഇത്ര ഇതളുകൾ കിട്ടിയത്. ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് മാത്രം എടുത്ത് വീണ്ടും ഞാൻ കുറച്ച് ഇതൾ ഉണ്ടാക്കുക. അതെനിക്ക് ചെറിയ ഇതള് കിട്ടണം. അതിന് വേണ്ടിയാണ് ഞാൻ അത് ചെയ്തത്. അപ്പൊ നമുക്ക് പൂവിലേക്ക് കടക്കാം. ഓക്കെ. പതിവ് ടൂൾസ് എല്ലാം ഇവിടെ തന്നെയുണ്ട്. ഗമ്മ്, ക്യൂടെക്സ്, ടിഷ്യൂ പേപ്പർ, ആർക്ക് ചെയ്യും പ്രധാനപ്പെട്ട ടൂത്ത് പിക്ക്. നമ്മുടെ പൂക്കൾ കണ്ടോ? നടുഭാഗത്ത് ഗമ്മ ഉണ്ടെങ്കിൽ അല്പം ഗമ്മ, അതില്ല എന്നിട്ട് അതില് അടുത്ത് ഇങ്ങോട്ട് വെക്കുന്നു. വീണ്ടും ഗമ്മ. ഈ ഗം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോലെ കുറച്ച് കമ്പി ഉണ്ടെങ്കിൽ, കനം കുറഞ്ഞ കമ്പി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും പ്രയോജനമാക്കാം. ഒരു 3-4 ഇതൾ ഒരുമിച്ച് ഗം വെച്ച് ഒട്ടിച്ച് വെച്ചു. വെച്ചതിന് ശേഷം ഒന്നുകിൽ നമ്മുടെ പതിവ് സംഭവം ഉണ്ടല്ലോ, നൂല് അല്ല, നൂലെടുക്കണം. ഈ സാധനം കമ്പി ഉണ്ടെങ്കിൽ കമ്പി വെച്ചങ്ങ് കുത്തിയാ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നൂല് വെച്ച് കെട്ടണം. ടൈറ്റായിട്ട് കെട്ടണം. ഇല്ലെങ്കിൽ ഓരോ ഇതെല്ലാം ഇങ്ങനെ ഒന്നിനും മീതെ ഒന്നായിട്ട് ഇളകി വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് മുറുക്കി കെട്ടുക. ഓരോന്നും ഓരോ ഇതളുകൾ ഇങ്ങനെ വിടർത്തി കൊടുക്കണം. വിടർത്തിയെടുക്കുക. പ്ലാസ്റ്റിക് അല്ലേ. പിന്നെ നടുക്ക് അന്നേരം ഓരോ ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുവഴി കമ്പി കയറ്റാൻ വേണമെങ്കിൽ. റെഡിയായോ പൂവ്? റെഡിയായി. പൂ റെഡിയായി.
മഞ്ഞ അടിപൊളിയായിട്ടുണ്ട്. അത് ഒത്തിരി ഉണ്ടാക്കുമ്പോൾ പല മിക്സിംഗ് ആയിട്ടിരിക്കും. അപ്പൊ നമ്മളിപ്പോ ഒരു സാമ്പിൾ ഒരെണ്ണം ഉണ്ടാക്കി നോക്കിയതാണ്. ഇനി ഞാൻ ഒരു പച്ച ഉണ്ടാക്കാം. ഓക്കെ, ഒരു റെഡും ഒരു യെല്ലോയും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു ഗ്രീൻ ഫ്ലവർ ഉണ്ടാക്കാൻ പോവുകയാണ്. ഓരോ കളർ കാണണമെന്ന് പറഞ്ഞത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അടുത്ത നമ്മുടെ പെറ്റിക്കോട്ട് കവറിനെ ഞാൻ എടുക്കുന്നു. പച്ച പെറ്റിക്കോട്ട് കവറിനെ നമ്മൾ ഷീറ്റാക്കാൻ പോവുകയാണ്. ഒന്ന് കമന്റ് ചെയ്തേക്കണേ. കമന്റ് ഇടുക. കമന്റ് ആണ് പ്രധാനം. കാരണം ലൈക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കമന്റ് ആണ് വേണ്ടത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു കുറച്ച് ടിഷ്യൂ പേപ്പർ ഇവിടെ ഇരുന്നത്, ഇതുപോലുള്ള ഒരു ടിഷ്യൂ റോൾ ഇവിടെ ഇരുന്നു. അതെടുത്ത് ഞാൻ വെറുതെ ടൈം പാസിന് കുറച്ച് റോസ് ഫ്ലവേഴ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അതുണ്ടാക്കി നീ വന്ന് വീഡിയോ എടുത്തത് ഞാൻ അറിഞ്ഞില്ല. പക്ഷെ പിറ്റേന്നാണ് ഞാൻ അതിന്റെ ആ വില മനസ്സിലായത്. അങ്ങനെ നമ്മുടെ റോസ് ഫ്ലവർ വൈറലായ റോസ് ഫ്ലവർ കാണിച്ചു തരാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നമ്മളിപ്പോ ഗ്രീൻ ഫ്ലവർ ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ ഉണ്ടാക്കുന്ന കൂടുതൽ ക്രാഫ്റ്റ് വീഡിയോയും കുട്ടികൾക്ക് വേണ്ടിയുള്ളതാ. കിഡ്സിന് വേഗം മനസ്സിലാക്കി വെക്കേഷൻ ടൈമിലൊക്കെ ഇരുന്ന് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് എന്ത് സംഭവം എടുത്താലും അടിസ്ഥാനം ശരിയാവണം. ആദ്യം ഇതൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് അറിഞ്ഞാൽ ഇതിലും വളരെ പാടുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കി പഠിപ്പിക്കാം. പക്ഷെ സപ്പോർട്ട് വേണം. ആരും അനങ്ങാതെ അവിടെ ഇവിടെയൊക്കെ ഇന്ന് കണ്ടിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ അങ്ങ് പോകും എന്റെ വഴിക്ക്. അതെ, സപ്പോർട്ടാണ് നിങ്ങളുടെ കമന്റ്സ് ആണ് നമ്മുടെ സപ്പോർട്ട്. കൊച്ചു കുട്ടികള് പേപ്പർ വരെ മേടിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. കൊച്ചുകുട്ടിയുടെ പശ അവിടെ ചോർന്ന് പോകുന്നു. പശയൊക്കെ ദേ അവിടെ എവിടെയും വാരി ഇടുന്നു. ഗമ്മ അത് നമ്മള് വിദ്യയാക്കും. നിങ്ങളുടെ വീട്ട് പിന്നെ അത് അവിടെ ഇവിടെ ഒന്നും വാരി തേക്കത്തില്ല. കാരണം ഇത് എവിടെയും ഒട്ടുന്നതാണ്. ചെറിയ സിമ്പിളായിട്ടുള്ള പ്ലാസ്റ്റിക് അല്ലേ, ഒട്ടും. അതുകൊണ്ട് ടൂത്ത് പിക്ക് ഒന്നും വേണമെന്നില്ല. ടൂത്ത് പിക്ക് നമ്മുടെ ഒരു തണ്ടിന് വേണ്ടിട്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഗ്രീനും റെഡി. എനിക്ക് മഞ്ഞ ഇഷ്ടപ്പെട്ടു. എനിക്ക് മഞ്ഞ ഇഷ്ടപ്പെട്ടത്. ഗ്രീനും ഇഷ്ടപ്പെട്ട്. റെഡ് പക്ഷെ കുറച്ച് ചെറുതായി പോയത് കൊണ്ടാന്ന് തോന്നുന്നു. നമ്മള് വീണ്ടും ഈ എഗ് ട്രൈ ആണ്, പുതിയൊരു സൈസ് എഗ് ട്രൈ ആണ് നിറയ്ക്കാൻ കൊണ്ട് വെച്ചേക്കുന്നത്. അതെടുത്ത് കളയരുത്. ഈ പൂക്കളായതിനു ശേഷം ആവശ്യമുണ്ട്, അതിനൊരു ആവശ്യമുണ്ട്. അപ്പൊ ഇത് നിറച്ചും പൂക്കളാക്കിയതിനു ശേഷം എന്നെ വിളിക്കാം. അപ്പൊ വരാം. ഓക്കെ. അപ്പൊ നമ്മുടെ കവർ വെച്ചുള്ള ഫ്ലവേഴ്സ് റെഡി. പൂവിന് ഇനി ഈ ഫ്ലവേഴ്സിനെ നമ്മള് ഇതിനൊരു സ്റ്റാൻഡ് ആക്കുക. ഇത് പേപ്പറിന്റെ ആണ്. എഗ് ട്രൈ. മറ്റേത് പ്ലാസ്റ്റിക് അല്ലായിരുന്നു. ആദ്യം ഇവിടെ വളയ്ക്കുന്നു. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതിനെ നമുക്ക് കൊണ്ടെത്തിക്കാം. ഇങ്ങനെ ഇങ്ങനെ ഒക്കെ നമുക്ക് എടുക്കാം. ഇപ്പൊ ഞാൻ എടുക്കുന്ന നോക്കട്ടെ, പൂ ഇരിക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കുക. ഈ ഷേപ്പിലാക്കി മാറ്റി നമ്മളല്ലേ. ഇതിനകത്തോട്ട് എത്ര പൂക്കൾ വേണമെങ്കിലും നമുക്ക് വെക്കാം. ഓക്കെ, എന്റെ ബാക്ക് ഭാഗം നോക്ക്. ഇവിടെ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ച് വെക്കാം. നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒന്ന് ഡെക്കറേഷൻ ചെയ്താൽ. ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. യാതൊരു ചിലവുമില്ലാതെ നല്ല അടിപൊളിയായിട്ടുള്ള ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് നമുക്ക് ഇനിയും ഉണ്ടാക്കാം. ഇനിയും പുതിയ പുതിയ ഐഡിയാസുമായിട്ട് നമ്മൾ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.